മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ പറ്റി നാം പറഞ്ഞു. ഒന്നാമതായി അവരിൽ നിന്ന് ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഇതിനേക്കാൾ വലിയ അദാബിന് ഏതാണ് നമുക്ക് വന്നുചേരാനുള്ളത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ അദാബിന് നമുക്ക് എന്താണ് വരാനുള്ളത്? ദുനിയാവിയായ ജീവിതത്തിൽ ലാ തുഖബലു സ്വലാത്തു സാഖിതു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല കേട്ടോ. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്, മൂന്ന് കാര്യങ്ങളോട് കൂടെയാണ് അല്ലാഹു തആല പറഞ്ഞത്. മൂന്ന് കാര്യം അല്ലാഹു സ്വീകരിക്കണമോ? ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ മൂന്ന് കാര്യം ഒപ്പമുണ്ടെങ്കിലേ അല്ലാഹു സ്വീകരിക്കുള്ള. മുമ്പിലെ എന്തെന്നറിയുമോ? ഒന്നാമതായി മുത്തനബിതങ്ങൾ പറയുന്നു, നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ ഇബാദത്തെടുക്കുന്നുണ്ട്, നമ്മൾ സകലതും സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ മുത്തുനബിയെ സ്നേഹിക്കാൻ തയ്യാറല്ലേ? മുത്തുനബിയുടെ സ്നേഹത്തിന് കളങ്കമുണ്ടോ? മുത്തുനബിയുടെ സുന്നത്ത് മുറുകെ പിടിക്കാൻ നമ്മൾ പിറകോട്ടാണോ? നമ്മൾ നീരസം കാണിക്കുന്നുണ്ടോ? മടിപ്പ് കാണിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ, അല്ലാഹുവിനോടുള്ള ഇബാദത്ത് പരിപൂർണമാകണമെങ്കിൽ മുത്തുനബിയോടുള്ള സ്നേഹം പൂർണ്ണമാകണം. സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടത് ഹബീബായ തങ്ങൾക്ക് എന്നോട് നിങ്ങളോട് നമ്മൾ ഓരോരുത്തരോടും എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. മുത്തുനബിക്ക് നമ്മളോടുള്ള സ്നേഹം നമുക്കുണ്ടോ? മുത്തുനബി നമ്മളെ സ്നേഹിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. വിലയിരുത്തൽ കൂടി കഴിഞ്ഞിട്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ വിഷയം തയ്യാറാക്കുമ്പോ എന്റെ കണ്ണറിയാതെ നിറഞ്ഞുപോയി സഹോദരങ്ങളെ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കരയിപ്പിക്കലല്ല, അവരെ അടിക്കലല്ല, അവരെ മുഖത്ത് നോക്കി കോപത്തിന്റെ നോക്കലല്ല. അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് തങ്ങളൊരു വാർത്ത പറയുന്നുണ്ട്, ഹദീസ് പറയുന്നുണ്ട്. അത് കേട്ട് നമുക്ക് പിരിയാം. ഞാൻ പറഞ്ഞത് നബിയോടുള്ള സ്നേഹം പൂർണ്ണമാകുമ്പോഴാണ് ആത്മാവിനോടുള്ള സ്നേഹവും പൂർണ്ണമാകുന്നത്. തങ്ങൾ നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? മരണമെന്ന പ്രതിഭാസം ഹബീബായ തങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോ തങ്ങളുടെ ശരീരത്തിൽ നിന്നോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹൂരിയെടുക്കുന്ന സമയത്തുണ്ടല്ലോ, തങ്ങളുടെ അധരങ്ങളിൽ നിന്നും മലർന്നു വീണത് എന്തെന്നറിയുമോ? വേദനയുടെ, പ്രയാസത്തിന്റെ, മരത്തിന്റെ വാക്കുകളല്ല, മറിച്ച് ഹബീബായ തങ്ങളുടെ നാവിൽ നിന്നും വീണത് എന്തെന്നറിയുമോ? സങ്കടത്തിന്റെ വർത്തമാനമല്ല, മരണവേദനയെ പറ്റിയല്ല നിബിതങ്ങൾ പറഞ്ഞത്. മരണത്തിന്റെ വേദന നമുക്കറിയാം, നിബിതങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയതാണ്. ഒരു മുള്ളുകമ്പിയുണ്ടല്ലോ നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് ഇറക്കിയിട്ട് അത് പുറത്തേക്ക് വലിച്ചു വരുമ്പോ മുള്ളുകമ്പി തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു വരുമ്പോ എത്രത്തോളം വേദനയുണ്ടോ എന്റെ സഹോദരങ്ങള്. ഇതെന്നോ നടക്കാൻ പോകുന്നതല്ല. എന്റെ ജീവിതത്തിൽ നാളെ അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം നടക്കേണ്ട പ്രതിഭാസമാണ്. എല്ലാവരും മരണത്തെ
തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒരു കമ്പിക്ക കഷ്ണം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോ എന്തൊരു വേദനയുണ്ടാകുമോ, അതിനേക്കാൾ വേദനയാണ് മരണത്തിനല്ലോ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ മരണത്തിന്റെ വേദന പരിചയപ്പെടുത്തിയ മുത്തനബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? മരണത്തിന്റെ സമയത്ത് വിളിച്ചതെന്തെന്നറിയുമോ? എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പാപികളായ ദോഷികളായ എന്റെ പാവപ്പെട്ട എന്റെ സമുദായം അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യത എത്രയായിരിക്കും? നിബിധങ്ങൾ അവിടുന്ന് ആ സമയത്ത് പറഞ്ഞു, മരണത്തിനെ പറ്റിയുള്ള ചിന്തയാണ്. ഞാനങ്ങ് മരിച്ചുപോയാൽ പ്രവർത്തന വൈകൃതങ്ങളിൽ നിന്നും മനുഷ്യന് വിമോചനത്തിന്റെ കരുത്ത് പകരുന്ന സത്യസമ്പൂർണ്ണ സരണിയാകുന്ന സത്യമതത്തിന്റെ സന്ദേശങ്ങൾ സമൂഹ സമക്ഷം സമർപ്പിക്കുന്ന ആരാട്, സത്യമേതെന്ന് അസത്യമേതെന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കുന്ന ആരാട്, നന്മയുടെ പാതാവിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആരാട്. നമ്മളെ പറ്റിയാണ് ചിന്തിച്ചത്, എന്നെ പറ്റിയാണ് ചിന്തിച്ചത്. മരണത്തിന്റെ സമയത്ത് മുത്തുനബിതങ്ങൾ നമ്മളെ പറ്റി ചിന്തിച്ചെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉമ്മമാരെ, മുത്തുനബിതങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം കണ്ടോ? മുത്തുനബിക്ക് വേണ്ടിയാണ് സ്വലാത്തുകളെല്ലാം പറഞ്ഞത്. മുത്തുനബിക്ക് വേണ്ടി നമ്മുടെ സ്വലാത്തുകളെല്ലാം അടിക്കണോ സഹോദരങ്ങളെ? ഈ പരിശുദ്ധമായ കലാമൂരിന്റെ മജ്‌ലിസിൽ പ്രഭാഷണ സദസ്സിൽ വന്നിരുന്ന ഉമ്മമാരെ, ആ മുത്തുനബി നമ്മളെ സ്നേഹിച്ചത് പിന്നെ എങ്ങനെയാണെന്നറിയുമോ? പരലോകത്ത് നിൽക്കുമ്പോ വിയർത്ത് കുളിച്ച് നമ്മൾ നിൽക്കുന്ന സമയമുണ്ടല്ലോ, പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളെ കൈപിടിക്കാൻ വരുന്നതാരാണ്? നമ്മളോടൊപ്പം ഉണ്ടാകില്ല, നമ്മളോടൊപ്പം കിടന്നിറങ്ങുന്ന പ്രിയതമ നമ്മളോടൊപ്പം ഉണ്ടാകില്ല, നമ്മളോടൊപ്പം ഉണ്ടാകില്ല. മുലപ്പാല് തന്ന ഭക്ഷണം വാരി തന്ന മാതാവ് നമ്മളോടൊപ്പം ഉണ്ടാകില്ല, കൈയിട്ട് നടന്ന സുഹൃത്ത് നിന്നോടൊപ്പം ഉണ്ടാകില്ല. മറിച്ച് ആരാണ് അവിടെ ഉണ്ടാകുമെന്നറിയുമോ? നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ആദമും വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ. ഓരോ പ്രവാചകന്മാരും ഓരോ ആദം സന്തതികളും നഫ്സി നഫ്സി എന്ന് വിളിക്കുമ്പോ, ഓരോ പ്രവാചകന്മാരും നഫ്സി നഫ്സി എന്ന് വിളിക്കുമ്പോ, നഫ്സി നഫ്സി എന്ന് വിളിക്കുമ്പോ, നമ്മുടെ പ്രവാചകൻ വിളിക്കുന്നത് എന്താ? ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. നമ്മൾ ഓരോരുത്തരെയും മുത്തുനബി അവിടെ വിളിക്കുകയാണ്, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. പരലോകത്ത് നമ്മളെ മൈൻഡ് ചെയ്യുന്ന ഒരേ ഒരു പടപ്പുണ്ടെങ്കിൽ ഞാനും നിങ്ങളും സലാത്ത് ചൊല്ലുന്നത് ആർക്ക് വേണ്ടിയാണോ? മദീനയുടെ പഞ്ചത്തുമ്പയ്ക്ക് കീഴെ വിശ്രമം കൊള്ളുന്ന ഏത് നേതാവാണോ? ആ നേതാവാണ് നാളെ നമ്മുടെ കൈപിടിക്കാൻ കടന്നു വരുന്നത്. പ്രവാചകനോടുള്ള സ്നേഹം പൂർണ്ണമാകാതെ, പ്രവാചകനോടുള്ള സ്നേഹം പൂർണ്ണമാകില്ല സഹോദരങ്ങളെ. ഞാനിനി പറയട്ടെ,